മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഒന്നൊരു റിലാക്സ്ഡ് മൂഡിലേക്ക് എത്തി നിൽക്കുകയായിരിക്കും. പക്ഷെ അങ്ങനെ റിലാക്സ് ചെയ്യാനൊരു സമയമില്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാമാണ്. അപ്പോൾ ഈ സെക്കൻഡ് ടേം എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓണ പരീക്ഷേനെ നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടതുപോലെയുള്ള ഒരു എക്സാം ആയിരിക്കില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിസ് എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്ത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അല്ലെങ്കിൽ സെക്കൻഡ് ടേം എക്സാമിന് ഇങ്ങനെ ഒരു ഭീകര രൂപം കൊടുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. അത് വെറുതെ മിസ് ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത് നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല. അതിൻ്റെ കാരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഓരോ സബ്ജക്ട്സിലും അല്ലേ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5-6 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് ഓരോ സബ്ജക്ട്സിലും ഉണ്ടായിരുന്നത്. പക്ഷേ അതേ അവസ്ഥയായിരിക്കുമോ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്? ഒരിക്കലും അല്ല. ക്രിസ്മസ് എക്സാമിന് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടും എന്ന് മാത്രമല്ല, ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് കൂടെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാകും. അപ്പോൾ ഓണം എക്സാം പ്രോപ്പറായിട്ട് പഠിക്കാത്ത മക്കൾക്കോ ആ ചാപ്റ്റേഴ്സും കൂടെ പഠിച്ചെടുക്കേണ്ടി വരും ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ. ഇനി അതല്ല, പഠിച്ചിട്ടുണ്ട് പക്ഷേ എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ച രീതി തെറ്റായിരുന്നു, ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടല്ല പഠിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പോർഷൻസൊക്കെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി കൂടെ നമ്മൾ പഠിക്കണം. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ +2 മാത്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാമിന് ഈ 4 ചാപ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രിസ്മസ് എക്സാമിന് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിഫറൻഷ്യബിലിറ്റി, ഡെറിവേഷൻസ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, അങ്ങനെ മാത്സിലെ ഒരു കൂട്ടം ടഫ് ചാപ്റ്റേഴ്സാണ് നിങ്ങളുടെ സെക്കൻഡ് ടേമിൽ വരാനിരിക്കുന്നത് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ഈ ഒരു 4 ചാപ്റ്റേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ സെക്കൻഡ് ടേമിന് ഇത്രയും ചാപ്റ്റേഴ്സ് എക്സ്ട്രാ ഉണ്ട്. ആൻഡ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഈ എല്ലാ ചാപ്റ്റേഴ്സിനും ഈ എല്ലാ ചാപ്റ്റേഴ്സിനും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ നമ്മൾ കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഈ 4 ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് എക്സാമിന് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ഇത്രയും നിങ്ങൾ എക്സ്ട്രാ പഠിക്കാനുള്ളതാണ്. ഇനി നമ്മൾ ബയോളജിയിലേക്ക് വരുമ്പോഴോ ആകെ ഈ ഒരു 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 5 ചാപ്റ്റേഴ്സേ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഈ അഡീഷണൽ ചാപ്റ്റേഴ്സും വന്ന് ടോട്ടൽ എത്ര വരും? ഇത്രയും നിങ്ങൾ എക്സാമിന് എഴുതണം. ആൻഡ് കമ്പ്യൂട്ടർ സയൻസിനാണെങ്കിൽ ഇത്രയും ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ ഏകദേശം 90% ഇനി ആകെ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൻ്റെ കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ എക്സ്ട്രാ പഠിക്കാനുള്ളൂ, ഫിസിക്സിൽ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് എക്സ്ട്രാ പഠിക്കാനുള്ളൂ, മാത്സിൽ 2 ചാപ്റ്റേഴ്സേ നിങ്ങൾക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളൂ. അതായത് 90% നമ്മൾ എവിടെ കംപ്ലീറ്റ് ചെയ്യാണ്? നമ്മുടെ സെക്കൻഡ് ടേമിൽ കംപ്ലീറ്റ് ചെയ്യാണ്. സെക്കൻഡ് ടേമിൽ എക്സാമിൽ നിങ്ങൾ ഈ 90% ചാപ്റ്റേഴ്സിൻ്റെയാണ് എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് എക്സാം ഒരു നിസ്സാരക്കാരനാണോ? ഒരിക്കലും അല്ല അല്ലേ? അത് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ ഓണം എക്സാം എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എഴുതിയ എക്സാം അല്ല. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച്, അതായത് ഓരോ സ്കൂളിലും ചില സ്കൂളുകാർക്ക് അത് ഈസി ആയിരുന്നു, ചില സ്കൂളുകാർക്ക് അത് ടഫായിരുന്നു. പക്ഷെ നിങ്ങൾ എഴുതാൻ പോകുന്ന ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ മക്കൾക്കും അല്ലെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നേരത്തെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറും, കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്, അല്ലെ ബൈ ഹാർട്ട് പഠിച്ച് എഴുതാൻ പോകുന്ന ആ കാലമൊക്കെ മാറി എന്നൊക്കെ ഉള്ള ഒരു നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് എക്സാമിന് ആവശ്യത്തിൽ കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അല്ലേ? ഞാൻ പറഞ്ഞ ഒരു കാര്യം വെറുതെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ മുന്നിൽ ഇനി സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിനി സെക്കൻഡ് ടേം മാത്രം പഠിക്കാനുള്ളതായിക്കോട്ടെ, അതോ നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് ടേമും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇപ്പം നമുക്ക് ഓണം എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റാണ്ടായപ്പോൾ കുറേ മക്കൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണുള്ളത്. ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം നമ്മൾ അടിപൊളി മാർക്സ് വാങ്ങിക്കും അല്ലേ? എനിക്കുണ്ടായ സങ്കടം ഞാൻ ക്രിസ്മസ് എക്സാമിന് ഞാൻ മാറ്റും. അങ്ങനെ കുറേ എന്താ പറയുക പോസിറ്റീവ് തോട്ട്സും അല്ലെങ്കിൽ നമ്മളെ കോൺഫിഡൻസ് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങണം. ഇനിയും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഓണപരീക്ഷയ്ക്ക് എത്ര സങ്കടപ്പെട്ടോ അതിൻ്റെ ഡബിൾ സങ്കടം നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിനെ നേരിടാൻ നമുക്ക് ഈ ചാപ്റ്റേഴ്സ് കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമ്മൾ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒഫീഷ്യൽ എക്സാം നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ആവരുത് +2-ൽ. പകരം എന്തായിരിക്കണം? നിങ്ങൾ അതിന് മുൻപ് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഒരേ ബാച്ചിലുണ്ട്.
നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്യുക, ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അത് മാത്രമല്ല നമ്മുടെ ഒരേ ബാച്ചിൽ നിങ്ങൾക്ക് ലാബ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കിട്ടുന്നതായിരിക്കും. താല്പര്യമുള്ള മക്കളെ ലേറ്റ് ആവാതിരിക്കുക. കാരണം നമ്മുടെ ബാച്ചിൽ നമ്മൾ നവംബർ 15 കൂടിയിട്ട് ഈ പറഞ്ഞ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് നമ്മൾ റിവിഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ റിവിഷൻ നിങ്ങൾക്കും ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ കൂടെ അങ്ങോട്ട് ഓടി വരണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബാച്ചിലുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട താമസം മാത്രം. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് നമ്മുടെ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങുക, റിവിഷൻ ചെയ്യണം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ഈ ക്രിസ്മസ് എക്സാം നമ്മൾ എന്ത് ചെയ്യും, എത്ര കൂടുതൽ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, എത്ര ടഫ് ആയിക്കോട്ടെ, നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും അതിനോട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റും നമുക്ക് വേണം. സോ വർക്ക് ഹാർഡ്. നമ്മൾ അടിപൊളിയായിട്ട് ഈ ക്രിസ്മസ് എക്സാം നേരിടുന്നതായിരിക്കും.